ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മോന് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്ന സ്നാക്സ് ആൻഡ് ലഞ്ചിനുള്ള വിഭവങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. നമ്മളെന്നും ഒരേ വിഭവങ്ങൾ തയ്യാറാക്കി കൊടുക്കാതെ ഓരോ ദിവസം പല പല വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് ഞാൻ മോന് കൊടുക്കുന്നത് സ്നാക്സിന് ഞാൻ പാൻ കേക്കും അതേപോലെ തന്നെ ലഞ്ചിന് ഗീ റൈസും ചില്ലി പനീറും ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് പാൻ കേക്കിൻ്റെ മിക്സൊക്കെയാണ് റെഡിയാക്കി വെച്ചിരുന്നത്. അത് ഓൾറെഡി അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ നമ്മൾ പാൻ കേക്കിൻ്റെ മിക്സൊക്കെ റെഡിയാക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗീ റൈസിനുള്ള റൈസ് കഴുകി വൃത്തിയാക്കി ഒരു സൈഡിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ് ചെയ്തത്. അതിനിടയിൽ നമ്മൾ ചില്ലി പനീറാണ് നമ്മൾ ഗീ റൈസിന് കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പനീർ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ വലുപ്പമൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചിലർക്ക് ഇത്തിരി വലിയ പീസാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ പീസാണെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം, ഒരു മീഡിയം സൈസ് ആണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഞാനൊരു മീഡിയം സൈസ് ആയിട്ടാണ് നമ്മൾ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചില്ലി പനീറിൻ്റെ റെസിപ്പി ഞാൻ മുന്നിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഓർമ്മയില്ല ആക്ച്വലി. അപ്പോൾ എന്തായാലും ഇതിൽ ഞാനത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 2 പാക്കറ്റ് ഒരു 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തു. എന്നിട്ടത് നമ്മൾ കട്ട് ചെയ്തൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഫസ്റ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൻ കേക്കിൻ്റെ മിക്സ് ഉണ്ടായതല്ലോ, അപ്പോൾ ആദ്യം പാൻ കേക്ക് തയ്യാറാക്കാമെന്ന് കരുതി. അപ്പോൾ പാൻ കേക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ആണ്, അപ്പോൾ നിങ്ങൾ കാണുക, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്നുമില്ല, ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് പാൻ കേക്കിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുട്ട വേണം, പഞ്ചസാര വേണം, അപ്പോൾ അതിന് വാനില എസൻസ്, ഓയിൽ, ബേക്കിംഗ് പൗഡർ, മൈദ, പാല്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എന്താ പറയുക പാൻ കേക്കിന് വേണ്ടത് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഒരു റൗണ്ട് ഷേപ്പിൽ ചെറുതാക്കി നമ്മൾ മാവ് ഒഴിച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാവും. പാൻ കേക്കൊന്നും അതിന് സമയമില്ല, പെട്ടെന്ന് തയ്യാറാവുന്ന ഒരു സംഭവമാണ്. പിന്നെ പാൻ കേക്ക് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ ചില്ലി പനീർ തയ്യാറാക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, അതായത് ഓയിലാണ് നമ്മുടെ എന്താ പറയുക, വെളിച്ചെണ്ണയല്ല ഓയിൽ, റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തത്. അതൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് പനീർ പീസസ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടായാൽ മതി. അതായത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ എല്ലാ ഭാഗവും മുരിഞ്ഞു വരണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. എല്ലാ പനീരും അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ എടുക്കുക. അതിനുശേഷം നമ്മൾ അതേ ഓയിൽ തന്നെ, നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെ നമ്മൾ കുറച്ച് ഗാർലിക്ക് ഞാൻ ചതച്ചതാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ചേർക്കാം, ഗാർലിക്കിൻ്റെ പേസ്റ്റ് ചേർക്കാം. അല്ലെങ്കിൽ ജിഞ്ചർ വേണമെങ്കിൽ ജിഞ്ചറും ചേർക്കാം. ജിഞ്ചർ പേസ്റ്റ് താല്പര്യമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗാർലിക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഗാർലിക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് സവോളയും ക്യാപ്സിക്കം ഇത്തിരി വലുപ്പത്തിൽ കട്ട് ചെയ്ത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വഴറ്റാന്ന് പറയുമ്പോൾ കുറേ നേരിട്ട് വഴറ്റണ്ട. ഇതിനൊന്നും അധികം എന്താ പറയുക, സോട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. 2-3 മിനിറ്റ്, അതായത് നമുക്കത് കടിക്കാൻ ഒരു ക്രിസ്പിനെസ് ആയിട്ട് ക്യാപ്സിക്കം സവോളയൊക്കെ നമുക്ക് കടിക്കാനുള്ള വേണം. അപ്പം വല്ലാണ്ട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക. കാരണം നമ്മളിതിൽ സോസസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോസുകളാണ്. സോസുകൾ എന്ന് പറയുമ്പോൾ സോയാ സോസ്, ചില്ലി സോസ്, റെഡ് ചില്ലി സോസാണ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ സോസ് ഏതാണെന്ന് വെച്ചാൽ, ടൊമാറ്റോ സോസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആണെങ്കിൽ അങ്ങനെ, അത് നിങ്ങൾ താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സോസുകൾ ചേർത്തു. പിന്നെ ഞാനിതിൽ എരിവിന് പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഞാനിതിൽ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 2-3 പച്ചമുളകൊന്ന് ഇടുക. പിന്നെ ഞാൻ എരിവിനിപ്പോൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതൊരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന്. അപ്പോൾ അതാണ് നമ്മൾ ചേർത്തപ്പോൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്
കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞു ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. കാരണം സോയാ സോസിലൊക്കെ ചെറുതായിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്തിട്ട് പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറവ് തോന്നുകയാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ എന്താ പറയുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര എന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ചേർക്കാം. അത് സ്വീറ്റ്നെസ്സിൻ്റെ ഇതനുസരിച്ച് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങൾ ഷുഗർ ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. 1/2 കപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. സവോളയും ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് അതിലേക്ക് ആ സോസോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പനീർ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഷാലോ ഫ്രൈ, ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ആ പനീർ പീസസും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് കിടന്ന് ഒന്ന് കുക്കാവണം കേട്ടോ. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് കുറച്ച് എന്താ പറയുക, മല്ലിയിലയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതാണ്. കുറച്ചുകൂടിയും ആ ഒരു ചൈനീസ് ആ ഒരു സ്മെൽ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയില ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഒരു എന്താ പറയുക കോൺഫ്ലോറിൻ്റെ കുറച്ച് എന്താ പറയുക 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക് അതൊരു തിക്കാകാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിക്കാക്കി കഴിഞ്ഞ ശേഷം ലാസ്റ്റ് നമ്മൾ മല്ലിയില ചേർക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഫൈനൽ ഗാർണിഷിങ് ആയിട്ടാണ് നമ്മൾ മല്ലിയില ഇട്ടിരിക്കുന്നത്. സോ നമ്മുടെ ഏകദേശം നമ്മുടെ ചില്ലി പനീർ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ, കുറച്ച് എരിവ് സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ നമ്മുടെ ചില്ലി പനീർ തയ്യാറായി. ചില്ലി പനീർ തയ്യാറായതിന് ശേഷം ഞാൻ നേരെ തയ്യാറാക്കിയത് ഗീ റൈസാണ്. ഗീ റൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിന് മുന്നേ. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണാം. പക്ഷേ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ ഗീ റൈസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഒരു കടായി വയ്ക്കാം. കടായി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് എന്ന് വെച്ചാൽ ഗീ റൈസ് ആണല്ലോ, അപ്പോൾ നമുക്ക് നെയ്യ് എന്തായാലും അത്യാവശ്യം ഓയിലൊന്നും യൂസ് ചെയ്ത് ഗീ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മസാല എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് 3ഉം ചേർക്കുക. ഇത് ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സവോള നീളത്തിലൊന്ന് കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയണം. ഈ ഒരു സവോള ചെറുതായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർക്കും. ഉപ്പെന്ന് പറയുമ്പോൾ ഞാൻ അതിലേക്ക് ചോറിന് കണക്കാക്കിയിട്ടുള്ള രീതിയിലും ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. ആ 2 കപ്പ് അരിക്ക് 3 ടീസ്പൂൺ കേട്ടോ, 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഉപ്പ് മുന്നിട്ട് നിൽക്കണം. 2 കപ്പ് അരിക്ക് 2 ടീസ്പൂൺ പ്ലസ് 1 ടീസ്പൂൺ ഉപ്പും കൂടിയാണ് നമ്മൾ ചേർത്തത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സവോള വഴറ്റുമ്പോഴേ തന്നെ നമ്മൾ ആ അരിക്ക് കണക്കാക്കി അനുസരിച്ച് തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം സവോളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം എന്ന് പറയുമ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഇതിൽ ചേർക്കുന്നത്. ഓക്കെ, 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് എന്താ പറയുക സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി അതിൽ ആ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാത്രം അടച്ചു വയ്ക്കുക. പാത്രം അടച്ചു വയ്ക്കുന്നതിന് മുന്നേ ജസ്റ്റ് തിളന്ന് വരണം. വന്നതിന് ശേഷമാണ് നമ്മൾ പാത്രം അടച്ചു വയ്ക്കുക. അതിന് ശേഷം നമ്മളൊരു 15-20 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിനിടയിൽ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ആ മേലത്തെ അരിക്ക് ജസ്റ്റ് ഒന്ന് അടിയിൽ പോയി ഒന്ന് കുക്കാവണ്ടേ. അപ്പോൾ അതിന് വേണ്ടി 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്നും കൂടി ഒന്ന് പാത്രം തുറന്ന് അരി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും പാത്രം അടയ്ക്കുക. പാത്രം അടച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞ് നമ്മുടെ ഗീ റൈസ്, അത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ പാത്രം അടച്ചു കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ലോ ഫ്ലെയിമിൽ 15-20 മിനിറ്റോ എന്തായാലും നമ്മുടെ ഗീ റൈസ് തയ്യാറാവും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതാണ്. അതിനിടയിൽ ഒരു ഇങ്ങനെ യെല്ലോ കളർ കാണുന്ന ഞാൻ കുറച്ച് കളർ അതിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഫുഡ് കളർ ഉണ്ടല്ലോ, അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കാരണമാണ് ഇടയിലിരുന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഒരു യെല്ലോ കളർ കാണുന്നത്. അത് കുട്ടികൾക്കൊരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. അത് ഇടണം യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗീ റൈസും ചില്ലി പനീർ അതുപോലെ തന്നെ പാൻ കേക്കും തയ്യാറായിട്ടുണ്ട്.
പിന്നെ നമ്മളത് ടിഫിൻ ബോക്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും പല വ്യത്യസ്തമായ രീതിയിലും കളർഫുള്ളാക്കിയൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും ചെയ്യും, ഫുഡും ഫുള്ളും കഴിച്ചു വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വിഭവങ്ങളൊക്കെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ പാൻ കേക്കിന് കോമ്പിനേഷനായിട്ട് ഇതിലിവിടെ കൊടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് സിറപ്പാണ്. നമ്മൾ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂട്ടെല്ല വെച്ച് കൊടുക്കാം കേട്ടോ. ന്യൂട്ടെല്ല ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം നമുക്ക് പാൻ കേക്കിനായിട്ട്. പിന്നെ വേറെ ഒന്നുമില്ല. നമ്മൾ പിന്നത്തെ ലഞ്ചിന് ഞാൻ ഇതുപോലെ ഗീ റൈസും പിന്നെ നമ്മൾ ചില്ലി പനീറും അതേപോലെ തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ്, അതായത് മാംഗോ കൊടുത്തിട്ടുണ്ട്, മാംഗോ പീസസും കൊടുത്തു. പിന്നെ സൈഡിൽ കുറച്ച് തൈര്, അത് കേട് അവനിഷ്ടമാണ്, അതുകൊണ്ട് കേടും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ലഞ്ചിന് ഇന്നത്തെ മോൻ്റെ എന്താ പറയുക സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതാണ്. സോ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ലഞ്ച് ബോക്സ് ഐഡിയാസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ എന്താണ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കണ്ടോ, മാംഗോ പീസസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു പുതിയ ബോക്സ് ഉണ്ടല്ലോ, നമ്മൾ ടിഫിൻ ബോക്സ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി ബോക്സാണ്, DKH പ്രൂഫ് ആയിട്ടുള്ള ബോക്സാണ് കേട്ടോ. സോ അടിപൊളിയാണ്. ഒത്തിരി എന്താ പറയുക പ്രൈസ് ഉണ്ട് അതിന്, എന്നാലും നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടുതൽ അവർക്ക് കൊടുത്ത് വിടാനായിട്ടൊക്കെ പറ്റുമല്ലോ, അപ്പോൾ അതിനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.